ഹായ് മാഷ് ഈ വീഡിയോ തയ്യാറാക്കാനായിട്ടുള്ള ഒരു കാരണം മാഷ് ഇത്ര നാളും 10ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ 11ാം ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ രീതിയാണ്, ടെക്സ്റ്റ് ബുക്കിന് തന്നെ പുതിയ രീതിയാണ്. അപ്പോൾ മാഷ്ക്കിത് പുതിയൊരു അനുഭവമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണം, 100% ഈ പാഠം മനസ്സിലാവണം എന്ന് മാഷ്ക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പാഠം വായിച്ച് നോക്കിയില്ലെങ്കിൽ നമുക്ക് പരീക്ഷയുടെ തലേ ദിവസമാണ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വായിച്ചു നോക്കുക, മാഷെടുത്ത കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുക, എന്നിട്ട് വായിക്കുക. അപ്പോൾ ഇത്തിരി കൂടി നന്നായിരിക്കും എന്ന് തോന്നണം. അല്ലെങ്കിൽ ജീവിത ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ജീവിതത്തിലുണ്ടാകുന്ന ദർശനങ്ങളെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ പരീക്ഷ പേപ്പറിൽ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം മാഷ് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. 1ാമത്തെ അധ്യായത്തിൽ ക്രിസ്തീയ ജീവിതവും അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും വളരെ നല്ലൊരു പാഠമാണ്. അപ്പോൾ ഒന്ന് വെറുതെ ശ്രദ്ധിച്ചോളാം. ആദ്യത്തെ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം, ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവണം. ചിലർക്ക് വൈദികനാവണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ചിലർക്ക് സിസ്റ്റേഴ്സ് ആവണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അതുപോലെ ഡോക്ടർ, എൻജിനീയർ, അതുപോലെ പൈലറ്റ്, അതുപോലെ നല്ല കർഷകൻ, ബിസിനസ്മാൻ, പിന്നെ ഒന്നുമില്ലെങ്കിൽ ചില ആൾക്കാർക്ക് വിദേശത്തേക്ക് പോയാൽ മതി. അങ്ങനെയുള്ള പല ആഗ്രഹങ്ങളുള്ള ഒരുപാട് പേരിനെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം, ഒരു ജോലി എന്നുള്ള ഒരു ലക്ഷ്യം. ഞാൻ ടീച്ചറാവണം, അല്ലെങ്കിൽ ഞാൻ വൈദികനാവണം, ഞാൻ സിസ്റ്റർ ആവണം, അല്ലെങ്കിൽ ബിസിനസ്മാൻ ആകണം, ഗവൺമെൻറ് ജോലി നേടണം, അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ജോലിയിലേക്ക് കടക്കണം എന്നുള്ള സ്വപ്നങ്ങൾ ഏകദേശം 17-18 വയസ്സാവുന്ന നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്ക് കടക്കാനായിട്ട്. നന്നായി ജീവിക്കേണ്ട നമുക്ക്. അടുത്തതാണ് ക്രിസ്തീയ ദർശനത്തിലൂടെ നമുക്ക് ഈ ജീവിതം ചെയ്യണം. അത് നല്ല ടീച്ചറാകുമ്പോൾ ഒരു ക്രിസ്തീയ ദർശനമുള്ള ഒരു ടീച്ചർ, നല്ല ഡോക്ടർ ആകുമ്പോൾ ക്രിസ്തീയ ദർശനമുള്ള ഡോക്ടർ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ക്രിസ്തീയ ദർശനമുള്ള ഒത്തിരി ഡോക്ടർമാർ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഡോക്ടർ ബെഡ്സി ഗൈനക്കോളജിസ്റ്റാണ് തൃശ്ശൂരത്തെ, ഒരു ക്രിസ്തീയ ദർശനമുള്ള ഒരു ഡോക്ടറാണ്. ഫിൻഡോ ഡോക്ടർ, വീഡിയോയിലൊക്കെ കാണാറുണ്ട്, ഫിൻഡോ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഫിൻഡോ ഡോക്ടർ. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഡോക്ടർ ടോണി ഡോക്ടർ ഓർത്തോ ഡോക്ടറാണ്. ഈശോനെ സുവിശേഷം പ്രഘോഷിക്കുകയും, അതുപോലെ ഡോക്ടർ നോബി എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് ഈശോനെ പ്രഘോഷിക്കുകയും എന്നാൽ തൻ്റെ പ്രൊഫഷനിൽ വളരെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഡോക്ടർമാരുണ്ട്. അതിൽ വക്കീൽമാർ, ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ്, അതൊക്കെ അങ്ങനത്തെ പ്രൊഫഷനിലോടൊപ്പം തന്നെ ക്രിസ്തീയ ദർശനത്തിലൂടെ ജീവിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ എന്താ ക്രിസ്തീയ ദർശനം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പായിട്ട് തന്നെ ക്രിസ്തീയ ദർശനത്തെ നോക്കണ മുമ്പ് മറ്റു ദർശനങ്ങൾ എന്തൊക്കെയാണ്, ഈ സമൂഹത്തിലുള്ള മറ്റു ദർശനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാഠത്തിൻ്റെ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. ഗ്രീക്ക് ദർശനം, ഹൈന്ദവ ദർശനം, ബുദ്ധ ദർശനം, ചാർവാക ദർശനം, കൺഫ്യൂഷനിസം, ഗാന്ധിസം, അതുപോലെ ബുദ്ധിസം, മാർക്സിസം, അതുപോലെ തന്നെ ഇസ്ലാമിക ദർശനം. ഇതൊക്കെ നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് പല ദർശനങ്ങളും കാണാൻ സാധിക്കും. എന്താ ദർശനം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്ന ഫിലോസഫി അല്ലെങ്കിൽ തത്വചിന്തകളാണ് ദർശനങ്ങൾ എന്ന് പറഞ്ഞത്. ഒക്കെ പല രീതിയിലുള്ള ദർശനങ്ങളുണ്ട്. അപ്പം ഇനി മനസ്സിലാക്കേണ്ടത്, നമുക്ക് മാനുഷികമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം, മനുഷ്യൻ്റെ നന്മ ചെയ്ത് മാനുഷികമായിട്ടുള്ളൊരു ജീവിതം മനോഹരമായിട്ട് ജീവിക്കാം. അതുപോലെ ദൈവികമായിട്ട് നമുക്ക് ജീവിക്കാം, ഐശാചികമായിട്ടും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ ഇതൊന്ന് പരിശോധിച്ച് നോക്കാം. മനുഷ്യനായെന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക്, നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നല്ല മനുഷ്യൻ പ്ലസ് ദൈവത്വമുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കണം? ആ ക്രിസ്തീയ ദൈവത്വം എന്താണ് എന്നത് മനസ്സിലാക്കണം. ദൈവം എന്താണ്, ക്രിസ്തീയ ദർശനം എന്താണ്? ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറയുന്നത് മനുഷ്യൻ്റെ രീതിയിൽ മാനുഷികമായിട്ട് ചിന്തിക്കുന്ന രീതിയിലുള്ള കുറച്ച് ദർശനങ്ങളാണ്. ഒന്നാമത്തെ ദർശനം ഗ്രീക്ക് ദർശനം. അത് മാക്സിമം അറിവ് നേടുക, അതിനോടൊപ്പം തന്നെ നന്മ ചെയ്യുക, നന്നായി സമ്പാദിക്കുക, അങ്ങനെ ജീവിച്ചു പോവുക. പ്രത്യേകിച്ച് വേറെ ഒന്നും ആർക്കും ഒരു പ്രശ്നമില്ലാണ്ട് ജീവിച്ചു പോവുക. അടുത്താണ് ബുദ്ധ ദർശനം. അതിൽ കുറച്ചുകൂടി ത്യാഗത്തെ ഒരു ദാത്യവൽക്കരിക്കുന്ന ഒരു ദർശനമാണ്. അതുപോലെ തന്നെ 8 കാര്യങ്ങളുണ്ട്. നന്മ ചെയ്യുക, അറിവ് നേടുക, ഇതൊക്കെ തന്നെയാണ് അതിലും വരുന്നത്. പിന്നെ ത്യാഗത്തോടു കൂടി ജീവിക്കുക. പിന്നെ അതുപോലെ തന്നെ കൺഫ്യൂഷൻ്റെ പ്രത്യേകത, ഈ സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ കുറേ നിയമങ്ങൾ ആവശ്യമാണ്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേകമായി രൂപപ്പെട്ട ഒരു മതമാണ് കൺഫ്യൂഷനിസം. ഗാന്ധിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്
സത്യത്തിലും അഹിംസയിലൂടെയും ഒരു സമൂഹത്തെ വിമോചിപ്പിക്കുക, ത്യാഗത്തിലൂടെ ഒരു സമൂഹത്തെ വിമോചിപ്പിക്കുക. ഗാന്ധിജി അവതരിപ്പിച്ച ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗാന്ധിസം എന്ന് പറയുന്നത്. മാർക്സിസം എന്ന് പറയുന്നത് എന്താ? വർഗസമരമാണ്. വർഗസമരം എന്താ? വർഗസമരം ഈ ലോകത്തിൽ മുതലാളി തൊഴിലാളി അതല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞ രണ്ട് വിഭാഗമാണുള്ളത്. അതിലെ ലെഫ്റ്റിനോടൊപ്പം ചേർന്ന്, അതായത് ഫെമിനിസ്റ്റ് വാദങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടായിട്ടുള്ളത്. വെച്ചാൽ പുരുഷൻ സ്ത്രീ, സ്ത്രീ എന്ന് പറഞ്ഞത് ലേശം തളർന്ന ഒരു അവസ്ഥയാണ്. അതിൽ തൊഴിലാളി എന്ന് പറഞ്ഞത് ചെറിയൊരു അടിമ തൊഴിലാളി, ഇതൊക്കെ താഴെക്കട ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിനെ കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിലൂടെ കീഴ്പ്പെടുത്തി വിജയം നേടുക, അങ്ങനെ താഴെക്കടയിലുള്ളവർ ഉന്നതിയിലേക്ക് വരിക. ഇതാണ് മാർക്സിസത്തിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഹൈന്ദവ ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈന്ദവ ദർശനം ആര്യ വംശവും ആര്യ രീതിയും സംസ്കാരവും ദ്രാവിഡ സംസ്കാരവും കൂടിച്ചേർന്നാണ് ഹൈന്ദവ മതം. ഒരുപാട് ദൈവങ്ങളുണ്ട്. വിഗ്രഹാരാധകരാണ് ഹൈന്ദവര്. അവരുടെ ചിന്ത അതാണ്. വിഗ്രഹം എല്ലാം, കാറ്റ്, മഴ, അതുപോലെ തന്നെ കടല്, ഇടിവെട്ട്, ഇതൊക്കെ ദൈവങ്ങളാണ്. 33 കോടി ദൈവങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാം ഇപ്പോഴും ദൈവങ്ങൾ ഹിന്ദു മതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഹൈന്ദവ ദർശനം. ഹൈന്ദവ ദർശനത്തിൻ്റെ പ്രത്യേകത. സ്വർഗത്തിലേക്ക് പോവുക, സ്വർഗം എന്നൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലും ദേവലോകം എന്നൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലും ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് എത്തി നന്മ ചെയ്തെത്തിക്കഴിഞ്ഞാൽ തിരിച്ച് അവൻ വീണ്ടും ഭൂമിയിൽ പുനർജന്മിക്കും. എന്തിനു വേണ്ടിയിട്ട്? വേറെ രീതിയിൽ. എന്നിട്ട് വീണ്ടും നന്മ ചെയ്ത് വീണ്ടും സ്വർഗത്തിൽ പോവും. അത് പൂർണ്ണതയാവുന്നില്ല. അവസാനം നന്മയും തിന്മയും ചെയ്യാതെ നിർഗുണ അവസ്ഥയിൽ ചെന്ന് അങ്ങനെ മോക്ഷം ലഭിക്കുന്നു. ഇതാണ് ഒരു ഹൈന്ദവ ദർശനത്തിലേക്ക് ഉള്ളത്. ഒരുപാട് മിത്തുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, കഥകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതാണ് ഇസ്ലാമിക ദർശനം. AD 6-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവിന് ശേഷം 6-ാം നൂറ്റാണ്ടിൽ അറേബ്യ നാടുകളിലെ അറേബ്യൻ സംസ്കാരത്തിലൂടെയാണ് അത് കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ ജീവിതത്തിൽ ലോകം മുഴുവനുണ്ട്. മുഹമ്മദ് നബിയാണ് ഈ ജീവിത രീതി രൂപപ്പെടുത്തിയത്. ഇസ്ലാമിക ദർശനത്തിൻ്റെ ജീവിത രീതി രൂപപ്പെടുത്തിയത് മുഹമ്മദ് നബിയാണ്. നമുക്കറിയാവുന്നത് തന്നെയാണ്. സ്വർഗം എന്ന കാഴ്ചപ്പാട് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. അവിടെ വളരെ സുഖസൗകര്യത്തോടു കൂടി ജീവിക്കുന്ന, ഭൂമിയിലെ ലക്ഷം ത്യാഗത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ സുഖസൗകര്യത്തോട് ജീവിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിക ദർശനത്തിലേക്ക് ഉള്ളത്. ഓക്കെ, വളരെ ആഘോഷകരമായിട്ട് ജീവിക്കുന്നു. എന്താണ് സ്വർഗം എന്നുള്ളതിന് കാഴ്ചപ്പാട് ഇസ്ലാമിക ദർശനത്തിലുണ്ട്. അത് കൂടുതലായിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് ഇതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ ക്രൈസ്തവ മതത്തിന്, എൻ്റെ ക്രിസ്തീയതയ്ക്ക്, ക്രൈസ്തവ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? അതിൻ്റെ പ്രത്യേകതയാണ് മിശിഹായെ രക്ഷകനും ദൈവവുമായി കണ്ടെത്തുക എന്നതാണ് ക്രിസ്തീയ ദർശനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോളാം മക്കളെ. മിശിഹായെ രക്ഷകനും ദൈവവുമായിട്ട് കണ്ടെത്തുക എന്നതാണ് ക്രിസ്തീയ ദർശനത്തിൻ്റെ അന്യനത. ഈശോയാണ് ക്രിസ്തീയ ദർശനം ഏക രക്ഷകൻ, വേറെ ഒന്നിലും ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഈശോയുടെ പ്രത്യേകത എന്താ? യഹൂദ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കാലം കാത്തിരുന്ന്, ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത മുഴുവനായിട്ട് കാത്തിരുന്ന്, ആ കാത്തിരിപ്പിൻ്റെ പൂർണ്ണതയാണ് ഈശോ. രണ്ടാമത് ഈശോ പറയാണ്, ഈശോയിലൂടെ മാത്രമാണ് സ്വർഗത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. നന്മ ചെയ്തോ അറിവ് നേടിയിട്ടൊന്നും സ്വർഗത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഈശോയുടെ കരുണയിൽ മാത്രമാണ് എന്തിലെത്താൻ പറ്റുള്ളൂ? സ്വർഗത്തിലേക്ക്. അതാണ്, ഈശോയാണ് വഴി. ഈശോ ആ സത്യത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമാണ് നിത്യജീവൻ ലഭിക്കുള്ളൂ. അടുത്തത്, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. എല്ലാവരും സ്നേഹിക്കണം. അതുപോലെ തന്നെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ചിലർക്ക് പല തെറ്റിദ്ധാരണകളും, ദൈവത്തെക്കുറിച്ച് അറിയാത്ത പല തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഈശോനെ, സത്യമാവുന്ന അപ്പനെ പറയാണ്, അപ്പൻ ഞാനാണ് എങ്കിൽ മനുഷ്യരുടെ അപ്പൻ ദൈവമാണ്. ആ ദൈവത്തെ ആരാധിക്കാൻ കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അതുപോലെ തന്നെ സുവിശേഷത്തിലെ മനുഷ്യപ്രപഞ്ച സാമൂഹ്യ വീക്ഷണങ്ങൾ എക്കാലത്തും പ്രസക്തമാണ്, ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത പാരിസ്ഥിതികമായിട്ടുള്ള സാമൂഹ്യ സമത്വം, വിശ്വമാനവീയത, സ്ത്രീ സമത്വം, ഇതിനെക്കുറിച്ച് ഈശോയുടെ പ്രബോധനങ്ങൾ
കറക്റ്റായിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ദർശനങ്ങളിലും സ്ത്രീ വിഷയങ്ങളിലും സ്ത്രീ സമത്വത്തെക്കുറിച്ചും വിശ്വമാനവയെക്കുറിച്ചൊക്കെ കുറവുണ്ടെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ അതിൻ്റെ പൂർണ്ണത ഉണ്ട്. ആറാമത്തേതാണ് ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ദർശനമാണ് ഇത് ക്രിസ്തീയ ദർശനം. സ്വർഗം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ഒരു ദർശനമാണ്. ക്രിസ്തുവിലൂടെ മാത്രമാണ് സ്വർഗം ലഭിക്കുകയുള്ളൂ. ഏകരക്ഷകൻ ക്രിസ്തുവാണ്. അപ്പോൾ ജീവിതത്തെ തന്നെ രൂപപ്പെടുത്തുന്ന ദർശനങ്ങളാണ് ക്രിസ്തീയ ദർശനം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതലായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി എന്താണ് ക്രിസ്തീയ ദർശനം? എന്താണ് ക്രിസ്തീയ ദർശനം? ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷവും സഭാപ്രബോധനവും. എന്താ സഭാപ്രബോധനം? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. CCC മതബോധന ഗ്രന്ഥം അനുസരിച്ചിട്ട് സഭയുടെ പ്രബോധനം, അതുപോലെ ചാക്രീയ ലേഖനങ്ങൾ, സഭയുടെ പ്രബോധനം ചാക്രീയ ലേഖനം അനുസരിച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതശൈലിയാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞത്. ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് നമ്മൾ നയിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം. അടിയുറച്ച വിശ്വാസം പരിശുദ്ധ ത്രിത്വത്തിൽ നമുക്കുണ്ടാവണം. എങ്ങനെയാണ്? നമ്മൾ 2 ഉദാഹരണമൊക്കെ പറഞ്ഞു. ത്രിത്വം എന്ന് പറഞ്ഞാൽ ചെറിയ ഉദാഹരണമൊക്കെ പറഞ്ഞു. വലിയൊരു വൃക്ഷം, ആ വൃക്ഷത്തിന് വേരെന്ന് പറഞ്ഞത് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ തടി, അത് ഈശോയാകുന്ന ഒരു സിംബോളിക്കായിട്ട് നമുക്ക് പറയാം. അതിൻ്റെ ശാഖകൾ, അത് ഫലം തരുന്നതാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം. അതുപോലെ തന്നെ സൂര്യൻ, ആ സൂര്യൻ എന്ന് നമ്മൾ കാണാൻ പറ്റും ഇല്ലേ? ആ സൂര്യൻ അകലെയാണ് കിടക്കുന്നത്, പക്ഷേ അതിൻ്റെ പ്രകാശരശ്മികൾ വരുന്നു, ഭൂമിയിൽ പ്രകാശം പരക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എങ്കിൽ ഒറ്റ സാധനം തന്നെ ഉള്ളൂ ദൈവം. ത്രിയേക ദൈവം എന്ന് പറഞ്ഞത് ഏകദേശം ഈ ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ത്രിയേക ദൈവത്തിനെ കണ്ടെത്തി കഴിഞ്ഞാൽ, പത്രോസ്ലിയെ കണ്ടെത്തിയപ്പോൾ എന്തുണ്ടായേ? നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയാകുന്നു എന്ന് ഏറ്റു പറഞ്ഞു. അതായത് നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മൾ ചിന്തിച്ച് നോക്കിക്കുക. വിശ്വാസ പ്രമാണം എന്താ? വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞത് ത്രിയേക ദൈവത്തെ, ത്രിയേക ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം ഏറ്റുപറയുക. അപ്പോൾ മാമോദീസയിലൂടെയും ഒക്കെ വിശ്വാസ പ്രമാണം ഏറ്റുപറയുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. അതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, കണ്ടെത്തിയ അടുത്ത വ്യക്തി സക്കേവൂസ് കണ്ടെത്തിയപ്പോൾ എന്തുണ്ടായേ? രക്ഷ നേടി. അവൻ്റെ തട്ടിച്ചെടുത്ത എല്ലാ സ്വത്തും അവൻ തിരിച്ചു കൊടുത്തു, രക്ഷ നേടി. പിന്നെ തടവറയിലെ കാവൽക്കാരൻ അത് കണ്ടെത്തിയപ്പോൾ അവൻ്റെ കുടുംബവും, ആ കാവൽക്കാരൻ്റെ കുടുംബം രക്ഷ കണ്ടെത്തി. പിന്നെ കണ്ടെത്തിയവരാണ് ഫ്രാൻസിസ് സേവ്യാർ. നിൻ്റെ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം എന്ന് പറഞ്ഞ ഫ്രാൻസിസ് സേവ്യാർ എന്തുണ്ടായി? രക്ഷ കണ്ടെത്തി. ഫ്രാൻസിസ് അസിസി എല്ലാം ഉപേക്ഷിച്ച് രക്ഷ കണ്ടെത്തി. മദർ തെരേസ രക്ഷ കണ്ടെത്തി. നമുക്കും ഈശോയെ കണ്ടുമുട്ടി മനസ്സിലാക്കി രക്ഷ കണ്ടെത്തണം. അങ്ങനെ ക്രിസ്തു ജീവിതം നയിക്കണം. രണ്ടാമത്തെ പോയിൻ്റ്, മാമോദിസ സ്വീകരിച്ച എല്ലാവരും മിശിഹായുടെ മൗതിക സഭയിലെ അംഗങ്ങളാണ്. നമ്മൾ മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ഈ ലോകത്തിൽ മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ സഭയിലെ അംഗങ്ങളാവും. നമ്മൾ സമരസഭ, സഹനസഭ, വിജയസഭ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. വിജയസഭ എന്ന് പറഞ്ഞത് വിശുദ്ധരുടെ സഭ. അപ്പോൾ സഭയിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. സമരസഭയിലുള്ള എല്ലാവരും, സമരം എന്ന് വെച്ചാൽ നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാപത്തിനെതിരെയുള്ള സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഭയിലെ അംഗങ്ങളെല്ലാവരും, മാമോദിസ സ്വീകരിച്ച എല്ലാവരും ആ വിശുദ്ധരോടുള്ള ഐക്യവും പ്രഖ്യാപിക്കുകയാണ്. ജലത്താലും ആത്മാവിനും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പോൾ മാമോദിസയ്ക്ക് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരു വഴി, ആ വഴിയിൽ സഭയാകുന്ന ഒരു വണ്ടി പോകുന്നുണ്ട്. ആ വഴിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗ്ഗമാണ്. ഈ സഭ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവാകുന്ന വഴിയിലൂടെ പോകുമ്പോൾ സഭയിൽ വചനം, പ്രബോധനങ്ങൾ, അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷണം ഒക്കെ ആയിട്ടാണ്, കൂദാശകൾ, ഇതൊക്കെ ആയിട്ടാണ് ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ടയറും ഇതൊക്കെ കൂദാശകളാണ്. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞത് ബൈബിളാണ്. ആ വണ്ടിയിൽ നമ്മളതിനെ ഇരുത്തി അങ്ങോട്ട് കൊണ്ടുപോവാണ് സഭ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈശോയെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കും.
അല്ലെങ്കിൽ രക്ഷയുടെ പാതയിലായിരിക്കും നമ്മൾ പോകുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഈശോയുടെ സുവിശേഷം അനുസരിച്ചും സഭയുടെ പ്രബോധനം അനുസരിച്ചും ജീവിക്കുക. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ഈശോയെ നമുക്ക് സ്വന്തമാക്കണം. ഈശോ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാലോ, ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എങ്കിൽ ജീവിക്കണമെങ്കിൽ ഈശോയെ നമ്മൾ സ്വന്തമാക്കണം. അതിനാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. പ്രിയമക്കളെ, മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞ കരുണയുടെ സുവിശേഷം ഈശോയ്ക്ക് മാത്രമാണ് സാധിക്കുന്നത്, കരുണയുടെ സുവിശേഷം. അതുപോലെ തന്നെ അത് നമ്മൾ അനുവർത്തിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. രണ്ടാമത്, ക്രിസ്തീയ ജീവിതം സഭയുടെ പ്രബോധനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ക്രിസ്തീയ ജീവിതം സഭയുടെ പ്രബോധനം അനുസരിച്ച് ജീവിക്കണം. CCC കത്തോലിക്ക മതബോധന ഗ്രന്ഥം അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. പത്രോസ്ലീഹയുടെ ഈശോ ഓരോ വ്യക്തികളെയും ഓരോ ക്രൈസ്തവനെയും നയിക്കുന്നതിന് വേണ്ടി സഭയ്ക്ക് അധികാരം കൊടുത്തിരിക്കുന്നു. അധികാരത്തോടുകൂടി സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ആ പഠനത്തിൻ്റെ ബൈബിളിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. അതുപോലെ ചാക്രിക ലേഖനങ്ങൾ, സഭയുടെ ഔദ്യോഗിക ചാക്രിക ലേഖനങ്ങൾ, സഭ നമ്മളെ നയിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. നാലാമത്തെ പോയിൻ്റ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ. ക്രിസ്തീയ ജീവിതം അതിന് സ്വന്തമാക്കാനായിട്ട് എന്തു ചെയ്യണം? പ്രേക്ഷിതരായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണം. പ്രേക്ഷിത ജീവിതം നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പ്രേക്ഷിത ജീവിതം എന്താണെന്നുള്ളതൊക്കെ. അതിന് പ്രത്യേകം പറയുകയാണ്, സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് 3 തരത്തിൽ വേണം. ഒന്ന്, ഈശോനെ അറിഞ്ഞിട്ടില്ലാത്ത മക്കൾ, അവർക്ക് ഈശോനെ വാക്കാൽ പ്രവൃത്തിയാൽ പറഞ്ഞു കൊടുക്കുക. ഈശോനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക്. അറിഞ്ഞവർക്ക്, മാമോദീസ സ്വീകരിച്ചവർക്ക് നവീകരണത്തിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട്, ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കണം. എങ്ങനെ ജീവിതം കൊണ്ട്? മദർ തെരേസയെ പോലെ, വിശുദ്ധ ഡാമിയനെ പോലെ നമ്മുടെ ചാരിറ്റി ഉപവി പ്രവർത്തനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സുവിശേഷ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഉപവി പ്രവർത്തനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചുറ്റുഭാഗം നോക്കിയൊക്കെ ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഏകദേശം 10 സ്ഥാപനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നേഹാലയം തൊട്ട്, സ്നേഹാലയം, ഗ്രേസ് ഹോം, പീസ് ഹോം, അതുപോലെ തന്നെ ജീവദാൻ പ്രോഗ്രാം ആറന്മുള്ളിയിലുള്ളത്, അതുപോലെ വെള്ളാറ്റിനൂർ, അതല്ലെങ്കിൽ കുറുമാല് FOJ, അത് കഴിഞ്ഞ് ഇൻഫാൻറ്റ് ജീസസ്, അങ്ങനെ ഏകദേശം ഒരു 10 സ്ഥാപനങ്ങളെ ഒരു 10 കിലോമീറ്ററിൽ ക്രൈസ്തവ സ്ഥാപനത്തിന് ചാരിറ്റിയായിട്ട് നടത്തുന്ന ഉപരി പ്രവർത്തനങ്ങളുടെ സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. വേറെ എവിടെയും കാണാൻ പറ്റാത്ത, ഒരു ദർശനത്തിലും കാണാൻ സാധിക്കാത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്രിസ്തീയ ദർശനത്തിലെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം നൽകണം. അതുപോലെ 5ാമത്തെ പോയിൻ്റ്, സ്വർഗം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. മാഷ് പറഞ്ഞിരുന്നു, വേറെ ഒരു ദർശനത്തിലും സ്വർഗമെന്ന ലക്ഷ്യം ഇല്ല. മോക്ഷമുണ്ട്. അതുപോലെ തന്നെ സ്വർഗം, കരുണയുടെ ഒരു സ്വർഗം, സ്നേഹത്തിൻ്റെ ഒരു സ്വർഗം, സ്നേഹത്തിൻ്റെ ഫലമായിട്ട് സ്വർഗം, കരുണയുടെ ഫലമായിട്ട് സ്വർഗം, ഇത് വേറെ എവിടെയില്ല. പലരും സ്വർഗം കിട്ടാനായിട്ട് കൊലപാതകം നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ അറബി നാടുകളിലൊക്കെ IS ഭീകരവാദികൾ സ്വർഗം ലഭിക്കാനായിട്ട് മറ്റുള്ളവരെ കൊന്നൊടുക്കിയ കഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വർഗം ലഭിക്കാനായിട്ട് അവരെന്ത് ചെയ്തു? ക്രിസ്ത്യാനികളായ 21 നൈജീരിയൻ പൗരന്മാരെ കഴുത്തറുത്തു കൊന്നു. മറ്റുള്ള വ്യക്തികളെ കൊല്ലുന്നത് സ്വർഗം ലഭിക്കാനായിട്ട്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ആർക്കില്ല? ക്രിസ്ത്യൻ ദർശനത്തിനില്ല. സ്വർഗമെന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ, ദൈവം സ്നേഹമാണ്, ആ സ്നേഹത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. വേറൊരു സ്ഥലത്തും സ്വർഗം തന്നെ ഇല്ല പല കാഴ്ചപ്പാടുകളിലും. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈശോ പറയുകയാണ്, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾക്കൊന്ന് കേൾക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ചത്. ആ ഈശോയുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഈശോ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ക്ഷമിക്കാനും, ശത്രുക്കളോട് ക്ഷമിക്കാനും, ഒരു കണ്ണടിച്ച് കഴിഞ്ഞ് മറ്റേ കണ്ണുകൂടി കാണിച്ചു കൊടുക്കാനും, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്ഷമിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യം. മാർപ്പാപ്പയുടെ കാര്യം പറഞ്ഞു. മാർപ്പാപ്പയെ വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ച ആ
ഭീകരവാദിയോട് ക്ഷമിച്ച മാർപ്പാപ്പ വേറെ ഏതെങ്കിലും ഭരണാധികാരി, ഏതെങ്കിലും മതത്തിൻ്റെ ഒരു നേതാവിനെ ഇതുപോലെ വെടിവെച്ച് കൊന്നുണ്ടാവുക, ആളെ കൊല്ലും. പക്ഷേ പ്രിയമക്കളെ, മാർപ്പാപ്പ ആളോട് പോയി ക്ഷമിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ജയിലിൽ കിടക്കുന്ന പാപികളോട് അവരെ കാൽ കഴുകിക്കൊണ്ട് അവരോട് കരുണ കാണിച്ചു. അപ്പോൾ സ്വർഗം ലക്ഷ്യമായി ഒരു യഥാർത്ഥ സ്വർഗം, സ്നേഹത്തിൻ്റെ സ്വർഗം, പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ഒരു കാഴ്ചപ്പാട്, അത് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മളുടെ കത്തോലിക്ക സഭയിൽ ഉള്ളത്. അടുത്ത പോയിൻ്റാണ് വിശുദ്ധരാകുക. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളൊക്കെ വിശുദ്ധരാകണം. സ്വർഗത്തിലേക്ക് പോയാൽ ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളൊക്കെ വിശുദ്ധരാവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ വിശുദ്ധരാവണമെങ്കിൽ നമ്മുടെ സന്തോഷമൊന്നും കളയേണ്ട ആവശ്യമില്ല, സന്തോഷത്തോടു കൂടി ജീവിക്കണം. വിശുദ്ധ കാർലോ യുവത്വത്തിലെ ആ പുഞ്ചിരിയോടുകൂടി ലാപ്ടോപ്പും മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധനായ ഒരു വ്യക്തി. ആധുനിക കാലഘട്ടത്തിലും നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധനാവാനായിട്ട് സാധിക്കും. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. നിങ്ങൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അനുദപിക്കുക, കുമ്പസാരിക്കുക. അങ്ങനെ എണീക്കലും വീഴലും, എണീറ്റ് വീഴുന്നു, എണീക്കുന്നു, വീഴുന്നു, അങ്ങനെയുള്ള ആ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം അത് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ പോയി കുമ്പസാരിച്ച് ഈശോയുടെ സ്നേഹത്തിലേക്ക് വരിക. അങ്ങനെ വിശുദ്ധ ജീവൻ നയിക്കാൻ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. തിന്മയ്ക്കെതിരെയുള്ള നിരന്തരമായിട്ടുള്ള പോരാട്ടമാണ് ഏത്? നമ്മുടെ ക്രിസ്തീയ ജീവിതം. തിന്മയ്ക്കെതിരെയുള്ള നിരന്തരമായിട്ടുള്ള പോരാട്ടം. സുവിശേഷ പ്രഘോഷണത്തിലുള്ള സുവിശേഷങ്ങളിലൂടെയും സഭാപ്രബോധനത്തിലൂടെയുള്ള ഒരു ജീവിതം. അപ്പോൾ നമ്മളെല്ലാവരും വിശുദ്ധരാവാൻ വിളിക്കപ്പെട്ടവരാണ്. കഴിഞ്ഞ കൊല്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധർ, നമ്മെല്ലാം വിശുദ്ധർ. മാമോദീസ സ്വീകരിച്ച എല്ലാവരും വിശുദ്ധരാണ്. അപ്പോൾ നമുക്ക് മുമ്പേ പോയവരാണ് ആര്? മദർ തെരേസയും, അതുപോലെ ഫ്രാൻസിസ് അസിസിയും, ഫ്രാൻസിസ് സേവ്യാറും, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും, വിശുദ്ധ കാർലയും, വിശുദ്ധ ആഗനസും, ഇവരൊക്കെ നമുക്ക് മുമ്പേ പോയവരാണ്. അപ്പോൾ അവർ ജീവിച്ച പോലെ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പ്രിയ കുട്ടികളെ, നമുക്ക് കുറച്ച് ബോധ്യങ്ങളുണ്ടാവണം ഈ പാഠത്തുനിന്ന്. ജീവിതത്തിന് അർത്ഥം നൽകുന്നത് നമ്മുടെ ജോലിയല്ല, ജീവിതത്തിന് അർത്ഥം നൽകുന്നത് പണമല്ല. അതിനുപരിയായിട്ട് ജീവിതത്തിന് ഒരു ദർശനം ഉണ്ടാവണം. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഈ ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ദർശനമാണ് ക്രിസ്തീയ ദർശനം. ഈശോയെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വർഗം ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ദർശനമാണ് ക്രിസ്തീയ ദർശനം. അതിനു വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. ആ ഈശോയെ ലഭിക്കാനായിട്ടാണ് അനുദിനം നമുക്ക് വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചത്. ആ ഈശോയെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. കൂദാശകളിലൂടെ, സഭയുടെ പ്രബോധനങ്ങളിലൂടെ, സുവിശേഷങ്ങളിലൂടെ, ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ നമുക്ക് ജീവിക്കണം. ഏത് ജീവിത സാഹചര്യം ഉണ്ടായാലും നമുക്കറിയാം, നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ കൂട്ടുകാരൊക്കെ മദ്യം ഉപയോഗിക്കുകയും അതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കും, MDMA ഉപയോഗിക്കുന്നവരൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ജീവിതം നമുക്ക് നയിക്കണം. നമ്മളുടെ ജീവിതത്തിൽ വിവാഹമൊക്കെ കഴിയുമ്പോൾ ഡൈവോഴ്സ് എന്ന് പറഞ്ഞതില്ല, അബോർഷൻ എന്ന് പറഞ്ഞതില്ല, അതുപോലെ ലോട്ടറി എടുക്കുക അതില്ല. ലോട്ടറി സമ്മാന കൂപ്പൺ എടുക്കുന്ന പരിപാടി അത് സഭയപ്രബോധനത്തിലില്ലാത്തതാണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം മദ്യപാനം നമുക്കില്ല, പുകവലിക്കുന്ന ലഹരി ഉപയോഗം ഒരു ക്രിസ്തീയ ജീവിതത്തിലില്ല. പ്രിയ മക്കളെ, ക്രിസ്തീയ ജീവിതത്തിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മുടെ ഡ്രസ് കോഡ്, നമ്മുടെ സംസാരം, നമ്മുടെ വ്യക്തി ജീവിതം, അതുപോലെ തന്നെ സമൂഹത്തിലെ ജീവിതം, അതൊക്കെ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാട്. നിങ്ങൾ കണ്ണാടിയിലേക്ക് തിരിഞ്ഞു നോക്കുക. കണ്ണാടിയിൽ തിരിഞ്ഞു നോക്കിയിട്ട് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ഉപേക്ഷിക്കാനും ഒരു ക്രിസ്തീയ ദർശനത്തിലൂടെ, ക്രിസ്തീയ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്രിസ്തീയ ദർശനത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ.
പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.